ഹലോ കിഡോസ്, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ ലൂം. അപ്പോൾ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞവർക്ക് വേണ്ടി ഞാനിവിടെ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു A4 പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നോർമലി ഫെവിക്കോളിൻ്റെ ഒരു ഗ്ലൂ ആണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹാൻഡ് വെച്ചിട്ടാണ് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്ലൂ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഗ്ലൂവിലോട്ട് പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ചിട്ട് അറ്റമൊക്കെ പെർഫെക്റ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചിട്ട് നമുക്കതൊന്ന് നേരെ ഇങ്ങനെ അറ്റമൊക്കെ ഇങ്ങനെ വീഴത്തിക്ക ഭാഗമൊന്ന് നമുക്ക് നേരെയാക്കി കൊടുക്കാം. നേരെയാക്കി കൊടുത്തിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എഴുതലാണ്. ആ പരിപാടി ഇപ്പോൾ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ കുറച്ച് പരിപാടി ഉണ്ട് എഴുത്തൽ. നമുക്കതൊന്ന് ചെയ്തിട്ട് കാണാം. ഞാൻ ഇവിടെ എഴുതലൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനും കൂടി എഴുതിയെടുക്കാം. വരച്ചാണ് എടുത്തത് ഗൈസ്. ബ്ലൈൻഡ് ബാഗ് ഒരു ഹാൻഡ് വരച്ചിട്ടുണ്ട്. അപ്പുറത്തായിട്ട് ബ്ലൈൻഡ് ബാഗ്, യു ക്യാൻ ഗെറ്റ്, കോമൺ, യൂണിക്കോമൺ, റെയർ, എപ്പിക്, പിന്നെ ഒരു QR ഉണ്ട്. നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് നമുക്ക് 5 കട്ട് ചെയ്തെടുക്കണേ. അപ്പോൾ 5 നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മടക്കിയിട്ട് 5 കട്ട് ചെയ്തെടുക്കാം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നെയിൽ മേക്കിംഗ് ആണ്. അപ്പം ഞാനിവിടെ ആ പേപ്പർ 5 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത പേപ്പറെല്ലാം നമുക്ക് നെയിൽ ഓരോ ഡിസൈനായിട്ട് ആദ്യം വരക്കാം. ഇല്ലെങ്കിൽ നമ്മൾ നെയിൽ ഉണ്ടാക്കിയിട്ട് വരയ്ക്കാനാണെങ്കിൽ കുറച്ച് പാട് വരും. അത് കഴിഞ്ഞ് നമുക്ക് ആദ്യം ഡിസൈൻ വരച്ചിട്ട് നെയിൽ മേക്ക് ചെയ്യാം. നെയിൽ റോൾ ചെയ്യാം. നമുക്ക് ഡിസൈൻ ഒന്ന് വരച്ചെടുക്കാം. ഡിസൈൻ എന്ന് വെച്ചാൽ ഒരു ഫ്ലവർ ആണ്. അപ്പോൾ നമുക്ക് ആ ഫ്ലവർ കൂടി ഒന്ന് വരച്ചെടുക്കാവേ. അപ്പോൾ ആ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വരക്കാം. നമുക്കിനി അതൊന്ന് നല്ല ഭംഗിക്കൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2-3 വരച്ചിട്ടാണ് കളർ അടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. അടുത്തതെന്ന് വെച്ചാൽ ഒരു ഹാർട്ടിൻ്റെ ഡിസൈനാണ്. നമുക്ക് അതും കൂടി ഒന്ന് വരച്ചെടുക്കാവേ. ഓക്കെ. ഈ ഹാർട്ടിൻ്റെയും കൂടി നമ്മളൊന്ന് വരച്ച് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് ഈ ബോക്സ് ബ്ലൂ കളറിൻ്റെ പല ഷെയ്ഡിൽ വരുന്ന ഒരു ബോക്സ് ആയിട്ടാണ് അങ്ങനെയാണ് അടുത്ത ഡിസൈൻ വരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്കെച്ചും മാർക്കറും ബ്ലഷ് പെന്നും ഒക്കെ യൂസ് ചെയ്താണ് വരക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് നല്ല ഭംഗിക്ക് ഇങ്ങനെ റാൻഡായിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാതെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരച്ചത് മാറ്റി വെച്ചിട്ട് അടുത്ത ഡിസൈനിലോട്ട് കിടക്കാം. അടുത്ത ഡിസൈന് നമ്മൾ കുറച്ച് മാറ്റം വരുത്തുന്നുണ്ട്. ഈ കുഞ്ഞു റൗണ്ട് മേളിൽ തന്നെ വരച്ചിട്ട്, പക്ഷേ ആ കുഞ്ഞു റൗണ്ടിൽ നമ്മൾ മൊത്തം കളർ അടിക്കുന്നുണ്ട്. ഇത് സ്പേസ് വിടുന്നില്ല. പിന്നെ അടിയിൽ നമ്മൾ പർപ്പിൾ കളർ വെച്ച് തന്നെ കുറേ ബോക്സ് അങ്ങനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ രീതിയിൽ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലും നെയിലായിട്ട് വരുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതോ ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഇച്ചിരി. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരക്കാം. ഈ സെയിം ഡിസൈൻ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. പ്ലെയിനായിട്ട് വെച്ചാലും നെയിലിന് നല്ല ഭംഗി കിട്ടും. നമ്മൾ ചെയ്തെടുത്ത ഈ സംഭവങ്ങൾ നമുക്ക് നെയിലായിട്ട് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ കൈയുടെ അളവൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കൊന്ന് നോക്കി റോൾ ചെയ്തെടുക്കാവേ.
നമ്മുടെ റോളിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞു. നമുക്ക് ആ നെയിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ ഡിസൈൻ ചെയ്തെടുക്കുക. ആ പേപ്പറിലോട്ടാണ് നമ്മൾ ഈ നെയിൽ ഒട്ടിച്ച് വെക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു രീതിക്ക് ഒട്ടിക്കണം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഗ്ലൂ ഉള്ള 2 ഭാഗവും കൂടി നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം, അറ്റം മാത്രമേ. അപ്പോൾ ഇപ്പോൾ ഉൾഭാഗത്ത് ഗ്ലൂ ഇല്ല, ബാക്കി 2 സൈഡിലും ഗ്ലൂ ഉണ്ട്. അപ്പോൾ അതിലൊരു സൈഡ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച പേപ്പറിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. പിന്നെ കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ഒട്ടിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ നെയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ആ നെയിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവേ. അപ്പം നമ്മൾ നെയിൽ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് നെയിൽ കവറിങ് ആണ്. അതിന് വേണ്ടി നമ്മൾ റോൾ ചെയ്ത് വെച്ച നെയിൽ നമുക്കൊന്ന് മെഷർമെൻറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ട്, ആ മിഡിൽ ഭാഗം. എന്നിട്ട് നമുക്കതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് ക്ലൂസാണ് വരച്ചിരിക്കുന്നത്. ഇനി അത് നമുക്ക് കവറും കൂടി ചെയ്തെടുക്കാം. ഞാൻ കവർ കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കവർ ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വെച്ചത് അടുത്തതായിട്ട് വരുന്നത് നെയിൽ സ്റ്റിക്കേഴ്സാണ്. നെയിൽ സ്റ്റിക്കേഴ്സ് മേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ഡിസൈനും നമുക്ക് ഇതിലേക്ക് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു CD മാർക്കർ എടുക്കുന്നുണ്ട്. ഇനി ആ പേപ്പറിലായിട്ട് ഓരോന്നെഴുതി നമുക്ക് വരച്ചു കൊടുക്കാവേ. ആദ്യത്തെ തന്നെ വരുന്നത് ഒരു സ്റ്റാറാണ് വരുന്നത്. ഞാൻ വിചാരിച്ചു മറ്റേ ഇങ്ങനെ ഉള്ളിൽ വരാത്ത വരക്കാമെന്ന് വിചാരിച്ചു. ഉള്ളിൽ വരാത്ത വരച്ചിട്ട് അത്ര ഭംഗി വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. പിന്നെ ഒരു ഫ്ലവറാണ് വരുന്നത്. പിന്നെ ഒരു ഹാർട്ടാണ് വരുന്നത്. പിന്നെ ഒരു ബോക്സ് അല്ലേ അതിൻ്റെ ഡിസൈൻ വരുന്നത് നമ്മുടെ 4ാമത്തെ നെയിലിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ വരച്ചു. പിന്നെ കുറേ റൗണ്ടിൽ വേറെ കുറേ റൗണ്ട് വരുന്ന പോലെ വേറെ എണ്ണം കൂടി വരച്ചെടുത്തു. അപ്പോൾ 5 എണ്ണം ആയിട്ടുണ്ട്. ഇത് നമുക്ക് കളറടിച്ച് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കളറടിച്ചും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കളറടിച്ച് കട്ട് ചെയ്ത് നമുക്ക് പാക്ക് ചെയ്തെടുക്കണ്ടേ. നമുക്ക് ഇതും കൂടി നമുക്ക് നല്ല ഭംഗിക്ക് ഈ കളറടിച്ച് കട്ട് ചെയ്തത് നമുക്കൊന്ന് പാക്ക് ചെയ്തെടുക്കാം. ഈ പേപ്പറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിന് നമ്മൾ കളറടിച്ചും കൂടിയാണ് പാക്ക് ചെയ്യുന്നത്. നമ്മളിത് പാക്ക് ചെയ്തും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വരുന്ന നെയിൽ ക്ലീനറാണ്. അപ്പോൾ നെയിൽ ക്ലീനർ കണ്ടോ, ഇങ്ങനെ കൈയൊക്കെ തൂക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഓൾറെഡി ഇവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഒരു സ്മൈലിനെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിലും വരയ്ക്കാം. എനിക്ക് ഈ ഒരു ഇതാണ് ഇഷ്ടം, ഇമോഷനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിക്കർ സൈഡിൽ ഇങ്ങനെ കുറച്ച് സ്പേസ് വിടണം കേട്ടോ, നല്ലൊരു സ്റ്റിക്കർ പോലെയൊക്കെ തോന്നണ്ടേ. സ്റ്റിക്കർ വേണം, ക്ലീനറാണ്. അപ്പോൾ നമുക്ക് കൈയൊക്കെ തുറക്കാം. പിന്നെ 5 എണ്ണം ഉണ്ടാക്കിയിട്ട് കവർ ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്നും കൂടി കവർ ചെയ്യണം. നമ്മൾ ആക്ച്വലി 2 കവറിങ്ങേ വെക്കുന്നുള്ളൂ, അത് കാരണം ഇപ്പം 2 എണ്ണം ഉണ്ട്. ഇനി പാക്കിങ് ആണ്. പിന്നെ ഒരു എപ്പിക് എന്ന് പറഞ്ഞ് എഴുതണം കേട്ടോ. എന്നിട്ട് യു ക്യാൻ ഗെറ്റ് യൂണിക്കോമൺ എന്ന് എഴുതണം. ഞാൻ യൂണിക്കോമണാണ് കൊടുക്കണം, നിങ്ങൾക്ക് ഏത് വേണേലും കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ യൂണിക്കോമൺ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും ഇതിനുള്ളിലോട്ട് പാക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ വെക്കുന്നത് നമ്മുടെ നെയിലാണ് വെക്കുന്നത്, അതാണല്ലോ കുറച്ചുകൂടി ബിഗ്. അപ്പോൾ നമുക്ക് അത് ആദ്യം വെക്കാമെന്ന് വിചാരിച്ചു. അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെയിൽ ക്ലീനറും പിന്നെ നെയിൽ സ്റ്റിക്കറും കൂടി ഉള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഇത് വെക്കണം. കാരണം ഇതാണ് നമ്മൾ ആദ്യം അൺബോക്സ് ചെയ്യുമ്പോൾ എടുക്കുന്നത്. കാരണം തന്നെ നമ്മൾ അധികം അടിയിലോട്ട് പോകാത്ത രീതിക്ക് വേണം വെക്കാൻ. ഇനി നമുക്ക് ഇതും കൂടി നമുക്ക് ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കാം കേട്ടോ. ഈ നെയിൽ ബ്ലൈൻഡ് ബാഗിനെ നമുക്കൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് എടുക്കാം. നമ്മൾ ഗ്ലൂ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റാണ് ഗൈസ്. ബൈ ബൈ.